ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ഇന്ന് നമ്മളൊരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും ബാക്കി വിശേഷങ്ങളും ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഞാനിപ്പോൾ 3 മുട്ട എടുത്തിട്ടുള്ളൂ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇടാം. എന്നിട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ സ്ക്രാമ്പിൾ ചെയ്യുക. മുട്ട പൊട്ടിച്ചിട്ട ഉടനെ തന്നെ സ്ക്രാമ്പിൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് നന്നായിട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നല്ല കട്ടത്തൈര് 1 ടേബിൾ സ്പൂണും കടലമാവ് 1 ടേബിൾ സ്പൂൺ, പിന്നെ ജീരകം പൊടിച്ചോ അതുപോലെയോ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിയില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല, ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ, പിന്നെ കസ്തൂരി മേത്തി, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇത് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. എന്നിട്ട് വേണം, പുറത്ത് തന്നെ വെച്ചാൽ മതി. എന്നിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10-12 മിനിറ്റ് മതി ഇത് ഫ്രൈ ആയിട്ട് വരാനായിട്ട്. ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് വറുത്ത് വരാം. ചിക്കൻ മീഡിയം സൈസിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഒത്തിരി ചെറുതാനും വലുതാവാനൊന്നും പാടില്ല. ഇനി ഈ ചിക്കൻ എല്ലാം ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഞാൻ ആ ചിക്കൻ വറുത്ത ആ സെയിം ഓയിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ഒരു വലിയ പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഇട്ട് കൊടുക്കുക. നീളത്തിൽ അരിഞ്ഞിട്ട് വേണം ഇടാനായിട്ട്. ഇത് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും വേണം ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സവോള ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം എല്ലാം ഓരോ കപ്പ് വെച്ചിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി വേവിച്ച ഗ്രീൻ പീസും കോണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് വെജിറ്റബിൾസിന് വേണ്ടി മാത്രമുള്ളതാണ്. എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കൂടാൻ പാടില്ല. ഇനി മിക്സ് ആക്കി കഴിയുമ്പോൾ ഒന്ന് അടച്ച് വെച്ചേക്കുക. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് അടപ്പ് തുറന്നിട്ട് വീണ്ടും മിക്സ് ആക്കി കൊടുക്കുക. ഇതിലേക്ക് വിനാഗിരിയും സോയാ സോസും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്കും ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഗ്രീൻ ചില്ലി സോസാണ് ചേർത്തേക്കുന്നത്. റെഡും വേണമെങ്കിൽ ചേർക്കാം. ഇത് ഇത്തിരി കട്ടയായിപ്പോയി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ചിക്കൻ വെജിറ്റബിൾസിൻ്റെ ഒപ്പം നന്നായിട്ട് മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി അരമണിക്കൂർ കുതിർത്തിട്ട് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുത്താണ്. ഇതൊരു 75-80% വെന്താൽ മതി. ഇത് ഒന്ന് ഇച്ചിരി തണുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഫ്രൈഡ് റൈസിൻ്റെ അരി എപ്പോഴും നമ്മൾ നേരത്തെ വേവിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഇതിൻ്റെ ഒപ്പം ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അവസാനം നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇതിൽ ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ എല്ലാവരും അതൊന്നും മറക്കാണ്ട് ആഡ് ചെയ്തേക്കണം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൻ്റെ. പിന്നെ അവസാനം ഞാൻ മല്ലിയില ചേർക്കുന്നുണ്ട്. ശരിക്കും സ്പ്രിംഗ് ഓണിയൻ ആണ് ചേർക്കേണ്ടത്. ഇത്രേ ഉള്ളൂ. ഒരു നോക്കാം. ഈ മിക്സഡ് ഫ്രൈഡ് റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്